everyone, welcome to my channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അരിത്തമെറ്റിക് മീൻ അതിൻ്റെ തേർഡ് പാർട്ടാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള പ്രീവിയസ് വീഡിയോസിൽ അരിത്തമെറ്റിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസ് എന്താണെന്നുള്ളതും അത് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പാർട്ടിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. സോ കണ്ടിന്യൂസ് സീരീസ് എന്താണെന്നും അതിലേതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So first of all, a continuous series is a statistical representation of data where values are grouped into class intervals rather than presented as individual numbers. നമ്മൾ ഇതിനു മുമ്പുള്ള ഇൻഡിവിജ്വൽ ഒരു ഡിസ്ക്രീറ്റ് സീരീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് അത് ഇൻഡിവിജ്വൽ നമ്പേഴ്സായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ അത് ഗ്രൂപ്പായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അതായത് പർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെൽസിൽ നമ്മളെ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്ത്, അതായത് ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മളെ ഡേറ്റാസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. The class intervals are chosen to include a range of values and the frequency of observations in each interval is recorded. നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഡേറ്റ അത് ഇൻക്ലൂഡ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ റേഞ്ചിനകത്തായിരിക്കും നമ്മളെ വാല്യൂസ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഒബ്സർവേഷൻസും നമ്മൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഒരു കഴിഞ്ഞ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏകദേശം ഈ രൂപത്തിലായിരിക്കും. അതായത് 0 to 10, 20 to 30, 0 to 2, 7 to 8. ഇങ്ങനെ ഒരു ക്ലാസ് ഇൻ്റർവൽ ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സീരീസ് അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ 2 മെയിൻ ടൈപ്സാണ് വരുന്നത്. ഒന്നാമത്തത് എക്സ്ക്ലൂസീവ് സീരീസ്, രണ്ടാമത്തത് ഇൻക്ലൂസീവ് സീരീസ്. എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുമ്പോൾ ഇൻ ദി എക്സ്ക്ലൂസീവ് സീരീസ് ദി അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഇൻ്റർവൽ ഇസ് ദ സെയിം ആസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ നമ്മൾ ഡേറ്റ ഗ്രൂപ്പായിട്ടാണ് കൊടുക്കുന്നത്. അതായത് 0 to 10, 10 to 20 ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ ഡേറ്റ വരുന്നത്. അതിൽ നമ്മൾ 0 to 10 എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും 10 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും ആണ്. അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൻ്റെ, അതായത് ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും രണ്ടും സെയിം ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന ടേബിളിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഏജ് കണ്ടാൽ അറിയാം നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 0 to 10, 10 to 20, 20 to 30 ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നു പോയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ 0 to 10 ആണ്. അപ്പോൾ 0 to 10ൽ 0 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും 10 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്. അതുപോലെ തന്നെയാണ് അടുത്ത ക്ലാസ് വരുമ്പോഴും 10 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും 20 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റുമാണ്. അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്, അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0 to 10 ആണ്. 10ലെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അതേ കണക്ക് തന്നെ തൊട്ടടുത്ത ക്ലാസ്സായ 10 to 20യുടെ ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത് വരുന്ന ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും രണ്ടും സെയിം ആയിരിക്കും. ഇങ്ങനെ വരുന്ന സീരീസിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഓൾറെഡി തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതായത് ഇൻ ഇൻക്ലൂസീവ് സീരീസ് ദി അപ്പർ ലിമിറ്റ് ഓഫ് വൺ ക്ലാസ് ഇൻ്റർവൽ ഈസ് നോട്ട് ദ സെയിം ആസ് ദി ലോവർ ലിമിറ്റ് ഓഫ് ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവൽ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 to 10, 10 to 20 അങ്ങനെയാണ് നമുക്ക് പോയിക്കൊണ്ടിരുന്നത്. അതേസമയം നമ്മൾ ഈ ഒരു ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 19, 20 to 29, 30 to 39 ഈ രീതിയിലാണ് നമ്മുടെ മാർക്സ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്ലാസ് ആയ നമ്മൾ ക്ലാസ് ഇൻ്റർവൽ അത് 10 to 19ൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 19 ആണ്. തൊട്ടടുത്ത ക്ലാസ് ഇൻ്റർവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 20ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്രേക്കേജ് വന്നിട്ടുണ്ട്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ടും സെയിം അല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന സീരീസിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കണ്ടിന്യൂസ് സീരീസ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. എക്സ്ക്ലൂസീവ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അടുത്ത മെത്തേഡ്സ് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ സീരീസ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഇൻക്ലൂസീവ് സീരീസ് ആണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് ആയിട്ട് കൺവേർട്ടാണ് ചെയ്യേണ്ടത്.
അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് കണ്ടിന്യൂസ് സീരീസിൻ്റെ 2 മെയിൻ ടൈപ്പ് എന്ന് പറയുന്നത്, എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ്. ഇനി നമ്മുടെ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് സീരീസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഷോർട്ട് കട്ട് മെത്തേഡ്, മൂന്നാമത്തത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതായത് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്. അതിൽ പുതുതായിട്ട് വരുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസ് തമ്മിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഓരോ മെത്തേഡ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ചെയ്ത് വന്നിരുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും പോകുന്നത്. പക്ഷേ നമ്മളിത് എക്സ്ക്ലൂസീവ് സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു എക്സ് വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല. എല്ലാം ക്ലാസ് ഇൻ്റർവെൽസിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കണ്ടിന്യൂസ് സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ നോക്കുക. അത് എക്സ്ക്ലൂസീവ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, അതായത് മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. So, since the data is given as class values, we have to find the mid value of each class and denote it as x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിന് നമ്മൾ ക്ലാസ് വാല്യൂസ് നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിന് നമ്മൾ എക്സ് ആയിട്ടാണ്, അതായത് മിഡ് എക്സ് എന്ന് എഴുതി എക്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ മിഡ് വാല്യൂ എക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല L1 + L2 ഡിവൈഡഡ് ബൈ 2. നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ മിഡ് എക്സ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ആ ക്ലാസ്സിൻ്റെ മിഡ് എക്സ് വാല്യൂ എന്ന് പറയുന്നത്. L1 റെപ്രസെൻറ്റ്സ് ദ ലോവർ ലിമിറ്റ് ആൻഡ് L2 റെപ്രസെൻറ്റ്സ് ദി അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും മിഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ആഫ്റ്റർ ഫൈൻഡിങ് ദ മിഡ് വാല്യൂസ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആൻഡ് ദസ് വി ഗെറ്റ് എഫ് വാല്യൂസ്. അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെയും മിഡ് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സ് വാല്യൂസ് ലഭിക്കുന്നതായിരിക്കും. എക്സ് വാല്യൂസ് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എഫ് വാല്യൂസ് എന്ന് പറയുന്നത്. Then we have to find the sum of all the fx values and mark it as sigma fx. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് fx വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള സം നമ്മൾ എടുക്കുക. അതിന് നമ്മൾ സിഗ്മ fx ആയിട്ട് മാർക്ക് ചെയ്യുക. As the final step, we have to divide the sigma fx by n, which is the sum of frequencies. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെയും വരുന്നത്. സിഗ്മ fx കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ n, അതായത് n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ സമ്മാണ്, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ fx ബൈ n. നമ്മുടെ ഫോർമുല ഒരു മാറ്റമില്ല, അതായത് ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസിലും ഡയറക്റ്റ് മെത്തേഡ് നമ്മുടെ ഫോർമുല സെയിം തന്നെയാണ്. ചെയ്യുന്നതിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതായത് നമ്മൾ മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഈ ഒരു സ്റ്റെപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടും നമ്മൾ ചെയ്യുന്ന രീതികൾ ഏകദേശം സെയിം തന്നെ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളൊരു നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഫൈൻഡ് ദി അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. നമുക്കിവിടെ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ഏജും നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈയിങ്. നമുക്ക് ഏജ് തന്നിരിക്കുന്നത് ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടാണ്. 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റാസ് തന്നിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈയിങ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ അത് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ എന്ന് ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാം, കാരണം നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണ് നമ്മുടെ സീരീസ്, അതുകൊണ്ട് എക്സ്ക്ലൂസീവ് സീരീസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് നമുക്കിനി ഡയറക്റ്റായിട്ട് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പോകാം.
സോ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാബുലർ ക്രിയേഷനാണ്. അത് നമ്മൾ ടേബിൾ വരയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ ടേബിൾ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് കൊണ്ടുള്ള നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് L1 + L2 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 0 to 10 ആണ്. 0 to 10ൽ 0 ആണ് ലോവർ ലിമിറ്റ്, 10 ആണ് അപ്പർ ലിമിറ്റ്. സോ 0 + 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് 10 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 5. അടുത്ത് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 20 ആണ്. സോ 10 + 20 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 30 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 15. നെക്സ്റ്റ് 20 + 30 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 50 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 25. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് ഇൻ്റർവൽ ദാറ്റ് ഈസ് 35, നെക്സ്റ്റ് ഈസ് 45, നെക്സ്റ്റ് 55, 65, 75. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മിഡ് എക്സ് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഫ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ എഫ് വാല്യൂസ് ഫ്രീക്വൻസീസ് ഇൻറ്റു മിഡ് വാല്യൂ എന്നുള്ളതാണ്. സോ 15 ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്മൾ വരുന്നത് 15 × 5. 15 × 5 gives 75. 30 × 15 that is 450. 53 × 25 1325. 75 × 35 that is 2625. 100 × 45 that is 4500. Then 110 × 55 that is 6050. 115 × 65 that is 7475. 125 × 75 that is 9375. അപ്പോൾ നമ്മൾ എഫ് എക്സ് വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് വാല്യൂസിൻ്റെ സമ്മാണ്. സോ നമ്മൾ കിട്ടിയ ഈ എഫ് എക്സ് വാല്യൂസ് എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 31,875 എന്നുള്ള വാല്യൂ ആണ്. നെക്സ്റ്റ് നമുക്ക് ഫോർമുല അനുസരിച്ച് വേണ്ടത് എൻ ആണ്. എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ സമ്മാണ്. സോ നമ്മൾ ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n = 623. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ചുള്ള നമ്മുടെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നൗ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദീസ് വാല്യൂസ് ഇൻ ദി ഫോർമുല. സോ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സോ ദാറ്റ് ഈസ് 31,875 ഡിവൈഡ് ബൈ 623. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 51.16 ഇയേഴ്സ് എന്നാണ്. Therefore the arithmetic mean is equal to 51.16 ഇയേഴ്സ്. നമ്മൾ ഇവിടെ ഇയേഴ്സ് എന്ന് എഴുതാൻ കാരണം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഏജ് ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഏതാണോ അതിനനുസരിച്ചുള്ള യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ എക്സാമിലൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ലാസ്റ്റ് നമ്മൾ ഫൈനൽ ആൻസർ നമ്മളിങ്ങനെ എടുത്തെഴുതുക. Therefore the arithmetic mean is equal to 51.16 ഇയേഴ്സ്. ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ വരുന്നതാണ് അസ്യൂംഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് ഫൈൻഡിങ് ദി ഡി വാല്യൂസ്. അതേ രീതി തന്നെയാണ് ഇവിടെയും പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് എക്സ്ക്ലൂസീവ് സീരീസ് ആണോ നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഡയറക്റ്റ് മെത്തേഡിൽ ഞാനത് പറഞ്ഞു പോയതുകൊണ്ട് ഞാനത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഒരു വാല്യൂ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുക്കുക ആൻഡ് ദാറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് എ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ദിസ് അസ്യൂംഡ് ആവറേജ് ഫ്രം ഓൾ ദ ഗിവൺ വാല്യൂസ്. ദീസ് ഡിഫറൻസസ് ആർ ഡിനോട്ടഡ് ബൈ ഡി. Therefore d is equal to x minus a. അപ്പോൾ നമ്മൾ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ മിഡ് എക്സിൽ നിന്ന് ഒരു വാല്യൂ നമ്മൾ എ ആയിട്ട് അത് അസ്യൂംഡ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ അസ്യൂംഡ് ആവറേജ് ബാക്കിയുള്ള എക്സ് വാല്യൂസിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വാല്യൂസ് കിട്ടുന്നതായിരിക്കും.
നെക്സ്റ്റ് മൾട്ടിപ്ലൈ ഡി വാല്യൂസ് വിത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ടു ഗെറ്റ് എഫ് ഡി വാല്യൂസ്. അപ്പോൾ നമ്മൾ ഡി വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഡി വാല്യൂസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ എഫ് ഡി വാല്യൂസ് ആൻഡ് കാൾ ഇറ്റ് സിഗ്മ എഫ് ഡി. അപ്പോൾ എഫ് ഡി വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യേണ്ടത് അതിൻ്റെ സം കാണുക. അങ്ങനെ നമുക്ക് സിഗ്മ എഫ് ഡി ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ സം ഓഫ് ഫ്രീക്വൻസീസ് ആൻഡ് കോൾ ഇറ്റ് എസ് എൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് സം ഓഫ് ദ ഫ്രീക്വൻസീസ്. ഡിവൈഡ് സിഗ്മ എഫ് ഡി ബൈ എൻ ആൻഡ് ദെൻ ആഡ് ദ വാല്യൂ ഒബ്റ്റെയിൻഡ് വിത്ത് അസ്യൂംഡ് ആവറേജ് എ. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സിഗ്മ എഫ് ഡി വാല്യൂസിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മുടെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് ആഡ് ചെയ്യുക. ആ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുമ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഇവിടെയും ഫോർമുലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും നമ്മൾ മിഡ് എക്സ് കണ്ടുപിടിക്കുന്നു, അതിന് ശേഷമാണ് ബാക്കി നമ്മൾ സ്റ്റെപ്സ് ചെയ്തു പോകുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമാണ് ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും തമ്മിലുള്ളത് വരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഈ എക്സാമ്പിൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരുന്നാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ ക്രിയേഷനാണ്. നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ ടേബിളർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. അത് ആദ്യമേ തന്നെ എടുത്ത് എഴുതുക. സോ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയാം, L1 പ്ലസ് L2 ഡിവൈഡ് ബൈ 2. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത പോലെ തന്നെ ഓരോ ക്ലാസ് ഇൻ്റർവൽസിൻ്റെയും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ 2. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 0 to 10, അതായത് 0 plus 10 ഡിവൈഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓരോ ക്ലാസ് ഇൻ്റർവൽസിൻ്റെ മിഡ് വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 5, 15, 25, 35, 45, 55, 65, 75. അപ്പോൾ നമ്മൾ മിഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ മിഡ് വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതായത് നമ്മൾ ഡി വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. അപ്പോൾ അതിന് മുന്നായി തന്നെ നമ്മൾ ഒരു അസ്യൂംഡ് ആവറേജ് എടുക്കേണ്ടതാണ്. ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചപ്പോഴത്തെ എക്സ് വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂ നമ്മൾ അസ്യൂംഡ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഞാൻ ഇവിടെ എടുക്കുന്നത് 35 ആണ് അസ്യൂംഡ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 35 ഞാൻ എടുത്തു. അപ്പോൾ 35 വെച്ചിട്ട് ബാക്കി എക്സ് വാല്യൂസിൽ നിന്ന് ഞാനിത് സബ്ട്രാക്ട് ചെയ്യുക. ആ രീതിയിൽ എനിക്ക് ഡി വാല്യൂസ് കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മളുടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. സോ 5 മൈനസ് 35 ദാറ്റ് വി ഗെറ്റ് മൈനസ് 30. അത് മൈനസ് 30 ആയിട്ട് തന്നെ ഇടുക. കാരണം നമ്മൾ 5 മൈനസ് 35 ആണ് ചെയ്യുന്നത്. അതായത് വലുതിന് ചെറുത് കുറയ്ക്കുന്ന രീതിയിൽ ചെയ്ത് കളയരുത്. കാരണം ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ്. നെഗറ്റീവായിട്ട് തന്നെ ഇട്ടേക്കുക. ദെൻ 15 മൈനസ് 35 that is minus 20, 25 minus 35 that is minus 10, 35 minus 35 that is 0, 45 minus 35 that is 10, 55 minus 35 that is 20, 65 minus 35 30, 75 minus 35 that is 40. അപ്പോൾ നമുക്ക് ഡി വാല്യൂസും ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല അനുസരിച്ച് നമുക്ക് എഫ് ഡി വാല്യൂസ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഇൻറ്റു ഡി, എഫ് ഇൻറ്റു ഡി. ആ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഡി വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് ഈസ് 15 ഇൻറ്റു മൈനസ് 30 ദാറ്റ് ഈസ് മൈനസ് 450, 30 into minus 20 that is minus 600, 53 into minus 10 that is minus 530, 75 into 0 that is 0, 100 into 10 that is 1000, 110 into 20 that is 2200, 115 into 30 that is 3450, 125 into 40 that is 5000. സോ നമ്മുടെ എഫ് ഡി വാല്യൂസും നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ എഫ് ഡി ആണ്. എഫ് ഡി വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ സം എടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വാല്യൂസാണുള്ളത്. സാധാരണ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സം കാണുന്നത് അതേ രീതി തന്നെയാണ് നമ്മളിവിടെയും കാണേണ്ടത്. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് സിഗ്മ എഫ് ഡി ഈസ് ഈക്വൽ ടു 10,070.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് n ആണ്. n എന്ന് പറയുന്നത് ഫ്രീക്വൻസീസിൻ്റെ സമ്മാണ്. സോ n = 623. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ചുള്ള എല്ലാ വാല്യൂസും നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫോർമുലാസിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദീസ് വാല്യൂസ്. സോ x bar = a + sigma fd/n. സോ ദാറ്റ് ഗിവ്സ് 35 + 10,070 / 623. നമ്മൾ 10,070 / 623 നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് 35 + 16.16 എന്ന് കിട്ടും. സോ വെൻ വി ആഡ് ദാറ്റ് വി ഗെറ്റ് 51.16 years. Therefore the arithmetic mean is equal to 51.16 years. സെയിം ആൻസർ തന്നെ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഒരു ക്വസ്റ്റ്യന് നമ്മൾ സെയിം ആവറേജ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഏത് മെത്തേഡാണെങ്കിലും തന്നെ. സോ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് കിട്ടിയ അതേ ആൻസർ തന്നെ നമുക്കിവിടെ കിട്ടിയത്. സോ ആൻസർ ആർ റൈറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ സീരീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് എക്സ്ക്ലൂസീവ് ആണോ നോക്കുക. അത് ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മിഡ് വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഷോർട്ട് കട്ടിൽ നമ്മൾ ഡി ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് d' ആണ്. ഓർക്കുക, സ്റ്റെപ്പ് ഡീവിയേഷൻ എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ ക്ലാസ് ഇൻ്റർവൽസും തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആ ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽസിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ, എല്ലാ ക്ലാസ്സുകളും തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് ആണോ തന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 0 to 10 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഫറൻസ് വരുന്നത് 10 ആണ്. അടുത്ത 10 to 20, സോ അവിടെയും നമുക്ക് 10 വരുന്നുണ്ട്. അടുത്ത ചിലപ്പോൾ നമുക്ക് 20 to 25 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് അവിടെ 5 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോമൺ ഡിഫറൻസ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ആദ്യം നമ്മുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ C ആയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മിഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വരുന്നത് d' എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ. ഷോർട്ട് കട്ട് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ d ആണ് കണ്ടുപിടിച്ചത്, ഇവിടെ d' ആണ്. ഫൈൻഡ് ദ d' ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ d' = x - a / c. സോ നമ്മൾ d എന്ന് പറയുന്നത് x - a ആയിരുന്നു, പക്ഷേ ഇവിടെ നമ്മൾ d' ആണ്, അത് x - a / c എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലാസ് ഇൻ്റർവൽസിൻ്റെയും d' വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. ആഫ്റ്റർ ഫൈൻഡിങ് ദ d' വാല്യൂസ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആൻഡ് ദസ് വി ഗെറ്റ് fd' വാല്യൂസ്. d' വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് fd വാല്യൂസ് കിട്ടുന്നതായിരിക്കും. Then we have to find the sum of all the fd' values and mark it as sigma fd'. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ d കണ്ടുപിടിച്ചു, fd കണ്ടുപിടിച്ചു, പിന്നെ സിഗ്മ fd കണ്ടുപിടിച്ചു. ഇവിടെ ഡിക്ക് പകരം d' ആണ്, fd' കണ്ടുപിടിക്കുക, പിന്നെ സിഗ്മ fd' നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓൾ ദീസ് വാല്യൂസ് ഇൻ ദ ഫോർമുല വി ഗെറ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഗിവൺ സീരീസ്. അതായത് നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് x bar = a + sigma fd' /n × c. ഇതാണ് നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഫോർമുലയായിട്ട് നമ്മൾ ബാക്കി എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള അരിത്തമെറ്റിക് മീൻ ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. ഇതിൽ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേബിൾ ക്രിയേഷൻ ആണ്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് x bar = a + sigma fd' / n × c. അപ്പം നമുക്ക് വേണ്ടത് മിഡ് എക്സ് കണ്ടുപിടിക്കണം. നമ്മൾ മിഡ് എക്സ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഓൾറെഡി മിഡ് എക്സ് വാല്യൂസ് ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടുപിടിച്ചതാണ്. സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഹൗ ഇറ്റ് ഈസ്. ദറ്റ് ഈസ് മിഡ് എക്സ് വാല്യൂസ് ഈസ് 5, 15, 25, 35, 45, 55, 65, 75. അതായത് L1 + L2 / 2. ഓക്കെ, ലോവർ ലിമിറ്റ് + അപ്പർ ലിമിറ്റ് / 2. മിഡ് എക്സ് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് d' വാല്യൂസ് ആണ്. d' എന്ന് പറയുന്നത് x - a / c.
സോ നമ്മുടെ ഇവിടെ നമ്മൾ എക്സ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മളൊരു അസ്യൂംഡ് ആവറേജ് എടുക്കുക. സോ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ അസ്യൂംഡ് ആവറേജ് 35 ഞാൻ കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ സി അതായത് കോമൺ ഡിഫറൻസ് ഈസ് 10. അതായത് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 10 ദാറ്റ് അവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. 10 to 20 അവിടെ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ ക്ലാസ് ഇൻ്റർവൽസ് നോക്കിയിരുന്നാൽ തന്നെ അവിടെ എല്ലാം നമുക്ക് 10ൻ്റെ ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ കോമൺ ഡിഫറൻസ് സി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ എക്സ് വാല്യൂസിൽ നിന്നും എ വാല്യൂ മൈനസ് ചെയ്യുക, ദെൻ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. So 5 minus 35, that is our assumed average. 5 minus 35 divided by 10. നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3. Next 15 minus 35 divided by 10, that is -2. 25 minus 35 divided by 10, that is -1. 35 minus 35, that is 0. So automatically അത് 0 തന്നെയാണ്. Then 45 minus 35 divided by 10, that is 1. 55 minus 35 divided by 10, that is 2. 65 minus 35 divided by 10, that is 3. 75 minus 35 divided by 10, that is 4. സോ നമുക്ക് ഡി ഡാഷ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഡി ഡാഷ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഡി ഡാഷ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി എഫ് ഇൻറ്റു ഡി ഡാഷ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് എഫ് ഫസ്റ്റ് എന്ന് പറയുന്നത് 15 ഇൻറ്റു -3 ദാറ്റ് ഈസ് -450. 30 ഇൻറ്റു -2 ദാറ്റ് ഈസ് -600. നമ്മൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് -530, 0, 1000, 2200, 3450, 5000. അപ്പോൾ നമുക്ക് എഫ് ഡി ഡാഷ് വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നമ്മൾ ഫോർമുല അനുസരിച്ച് നമുക്ക് വേണ്ടത് സിഗ്മ എഫ് ഡി ഡാഷ് ആണ്. സോ എഫ് ഡി ഡാഷിൻ്റെ വാല്യൂസിൻ്റെ സം നമ്മൾ കാണുക. ദാറ്റ് ഈസ് സിഗ്മ എഫ് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 1007. നെക്സ്റ്റ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ഫ്രീക്വൻസിയുടെ സമ്മാണ്. ദാറ്റ് ഈസ് എൻ ഈസ് ഈക്വൽ ടു 623. നമ്മുടെ ഫോർമുല അനുസരിച്ചുള്ള എല്ലാ വാല്യൂസും നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. സോ ജസ്റ്റ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദീസ് വാല്യൂസ് ഇൻ ദി ഫോർമുല. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 35 പ്ലസ് 1007 ഡിവൈഡ് ബൈ 623 ഇൻറ്റു 10. സോ നമ്മൾ ബോർഡ്മാൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ 35 പ്ലസ് 1007 ഡിവൈഡ് ബൈ 623 ആദ്യം ചെയ്യുക, കിട്ടുന്ന ആൻസർ ഇൻറ്റു 10 ചെയ്യുക, അതിനുശേഷം മാത്രം 35 ആയിട്ട് ആഡ് ചെയ്യുക. സോ 35 പ്ലസ് 16.16 കിട്ടും. അതായത് 1007 ഡിവൈഡ് ബൈ 623 ഇൻറ്റു 10 ചെയ്ത് കിട്ടുന്ന ആൻസറാണ് 16.16 എന്ന് പറയുന്നത്. സോ വെൻ വി ആഡ് ദാറ്റ് വി ഗെറ്റ് 51.16 years. Therefore the arithmetic mean is equal to 51.16 years. സോ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് സീരീസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ കണ്ടിന്യൂസ് സീരീസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ നോക്കുക. അതിനുശേഷം എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നേരെ നമ്മൾ മിഡ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഏത് മെത്തേഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സീരീസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു സോൾവ് ദി കണ്ടിന്യൂസ് സീരീസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.